ഈ സിനിമ പോലും സൗന്ദര്യ ലഹരിയിലെ 27ാമത്തെ ശ്ലോകമാണെന്നാണ് എന്റെ ഓർമ്മ. ജപോ ജൽപ്പക്കൽപ്പം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകവുമായി ബന്ധപ്പെടുത്തിയാണ് അങ്ങത് ഇതിന്റെ ഒരു സംവിധാനം പോലും നിർവഹിച്ചിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവരണമായിട്ട് തോന്നി. ഗുരു നമ്മളെ കാണുന്നു, കേൾക്കുന്നു, നമ്മളെ ചലിപ്പിക്കുന്നു എന്ന ബോധം വിശ്വേട്ടൻ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ വിശ്വേട്ടനോട് ഞാൻ പറയണ്ടായി, വിശ്വേട്ട, എന്റെ ചികിത്സ ജപോ ജൽപ്പ ശില്പ സകല മഭി മുദ്ര തുടങ്ങുന്ന 27ാമത്തെ ശ്ലോകമായി ഭവിക്കണേ എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും ശയിക്കുന്നതും ഒക്കെ ഈശ്വര പ്രദക്ഷിണങ്ങളും എന്താണോ നാം എത്തിച്ചേരേണ്ടത് അവിടത്തേക്കായിരിക്കണമേ എന്ന് വിശ്വേട്ടനോട് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ സിനിമയിൽ ആ ശ്ലോകം വരേണ്ട ഭാഗം മനസ്സിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ സിനിമയിൽ വിശ്വേട്ടന്റെ മുഖം, വിശ്വേട്ടന്റെ പാദങ്ങളെല്ലാം വരുന്നുണ്ട്. അതാണ് ഒരുപക്ഷെ സംതൃപ്തി എന്താണെന്ന് ചോദിച്ചാൽ, അതെ, എന്റെ ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ നിന്നാണ് എനിക്കിതെല്ലാം പറയാൻ കഴിയുന്നത്. അതൊരു എന്റെ തൃപ്തിയാണ്, അത് എന്റെ വലിയ തൃപ്തിയാണത്. നമസ്കാരം, ഞാൻ ലക്ഷ്മിക്കാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അടുത്ത് തന്നെ ഇറങ്ങാൻ പോകുന്ന ദേശക്കാരൻ എന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ഡോക്ടർ അജയ് കുമാർ ബാബുജിയാണ്. അദ്ദേഹം തിരുവനന്തപുരം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം തലവൻ കൂടിയാണ്. സ്വാഗതം ഡോക്ടർ അജയ് കുമാർജി. നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിനോട് നമുക്കിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. കാരണം നമ്മളെ എല്ലാവരെയും ഒരുപാട് സ്വാധീനിച്ച ഒരു ചിത്രം അടുത്തയിടെ ഇറങ്ങിയിരുന്നു, കാന്താര. നമ്മളെല്ലാവരും ആസ്വദിച്ചു. നമ്മൾ നമ്മുടെ പൈതൃകത്തിനെ കുറിച്ചിട്ടും മറഞ്ഞുപോയിട്ടുള്ള ചില അനുഷ്ഠാന കലകളെക്കുറിച്ചും എല്ലാം വളരെയധികം ഓർമ്മയോടുകൂടി ഓർത്തെടുത്ത് അത് ആനന്ദിക്കുകയുണ്ടായി. ഈശ്വരനും മനുഷ്യരും തമ്മിലുള്ള, ദേശങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു. വളരെയധികം ആത്മീയമായിട്ട് നമുക്ക് ഉണർവുണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു. അതിന് തത്തുല്യമായോ ഒരുപക്ഷെ അതിന് ഒരുപടി മുകളിലായോ ഉള്ള ഒരു ചിത്രമാണ് ഡോക്ടർ അജയ് കുമാർജിയുടെ സംവിധാനത്തിൽ വരുന്ന ദേശക്കാരൻ എന്ന ചിത്രം. അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കാനുണ്ട്. തുടങ്ങുകയാണ്. ദേശക്കാരൻ എന്ന സിനിമ ചെയ്യാനുള്ള പ്രേരണ എന്താണ്, ഒന്ന് പറയാമോ? ദേശക്കാരൻ ഒരു ദേശത്തിൻ്റെ സങ്കല്പം, ഒരു ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ ആചാരത്തിൻ്റെ, പ്രാർത്ഥനയുടെ എല്ലാത്തിൻ്റെയും തുടക്കക്കാരനാണ് ദേശക്കാരൻ. ദേശക്കാരനിൽ തുടങ്ങുന്നതാണ് വടക്കേ മലബാറിലെ ഒരു ഉത്സവകാലത്തിൻ്റെ തുടക്കം. 10-ാം ഉദയം തുടങ്ങിയാൽ വരവായി ഈശ്വരന്മാരുടെ കോലങ്ങൾ. ആ കോലങ്ങളാണ് ദിനരാത്രങ്ങളായിട്ട് വടക്കേ മലബാറിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ദേശക്കാരനൊരു പ്രസക്തിയുണ്ട്. ദേശക്കാരനാണ് ദേവതകളെ വിളിച്ചു വരുത്തി ആചാരപൂർവം മനുഷ്യനെ ഈശ്വരീയതയിലേക്ക് ഉയർത്തുന്ന ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ദൃശ്യമാക്കുന്നത്. അതാണ് ഈ സിനിമയുടെ പേരായി തന്നെ ദേശക്കാരൻ എന്ന് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചത്. വളരെ പുതിയൊരു അറിവാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ തെക്കൻ കേരളത്തിലുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അങ്ങ് ഒരു കോഴിക്കോട് സ്വദേശി ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുകൾ ഞങ്ങൾക്കെല്ലാം പുതിയൊരു അനുഭവം തന്നെയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവ് തന്നെയാണത്. തിറയാട്ടവും തെയ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് പറയാമോ? നമ്മൾ ഒരുപാട് അധികം വായിച്ചും അറിഞ്ഞും കണ്ടും പുറം ലോകം അറിയുന്നത് തെയ്യത്തെയാണ്. തെയ്യം, എക്സാക്ട്ലി തെയ്യം എന്ന് പറയുന്നത് പണ്ടത്തെ കോലത്തിരിയുടെ നാട്ടിൽ
അങ്ങ് വടക്ക് മുതൽ ഏതാണ്ട് കോരപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ പാലം വരെയുള്ള ഭാഗത്താണ് കോലത്തിരിയുടെ റൂൾ ഏരിയ ഉണ്ടായിരുന്നത്. ആ ഏരിയയിൽ നടക്കുന്ന നൃത്ത അടിസ്ഥാനപരമായി ഒരു ആചാരപരമായി നടക്കപ്പെടുന്ന ഒരു എക്സാക്ട്ലി റിച്വൽ ആർട്ട് എന്ന് പറയുന്ന ഇതാണ് തെയ്യം. അതേസമയം തിറയാട്ടം നെടിയിരിപ്പ് സ്വരൂപത്തിന്റെ ഭാഗമായിട്ടിരുന്ന ഭാഗങ്ങളിലാണ് തിറയാട്ടം നടക്കുന്നത്. പുറത്തുള്ള ഒരാളെ സംബന്ധിച്ച്, അതായത് മലബാറിന് പുറത്തുള്ള ഒരാളെ സംബന്ധിച്ച് തെയ്യം എന്താണ്, തിറയാട്ടം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് തെയ്യം വർണ്ണശബളിമ ഒരുപാട് കാണുന്ന രൂപാന്തരമാണ്. എഴുത്ത്, കോലം, വർണ്ണങ്ങൾ ഒരുപാടാണ്. അതിൽ ദ്രുതതാളത്തിലുള്ള ചലനങ്ങളുണ്ട്. മറിച്ച് തിറയാട്ടം വർണ്ണശാബല്യത്തോടൊപ്പം തന്നെ അതിൽ നൃത്തത്തിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അതാണ് പ്രകടമായ വ്യത്യാസം. രണ്ടും ശൈവ വൈഷ്ണവ അംശത്തെ, അതല്ലെങ്കിൽ അമ്മ ദൈവങ്ങളെ, അതല്ലെങ്കിൽ ഗുരുമൂർത്തികളെ, അതല്ലെങ്കിൽ മറ്റു വീരാരാധനകളെ, ഇങ്ങനെ പലതും സമന്വയിപ്പിച്ചുള്ള രൂപങ്ങളാണ്. അതായത് രണ്ടും ഈ രണ്ട് പ്രദേശങ്ങളിൽ വന്നു എന്നത് ഒഴിച്ചാൽ രണ്ടിൻ്റെയും ആധാരം അല്ലെങ്കിൽ അതിൽ ചേർന്നിരിക്കുന്ന അംശം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവത്തിലേക്ക് ഉയർത്തുന്ന, മനുഷ്യനെ തോറ്റി, അതായത് മനുഷ്യനെ ദൈവത്തിന്റെ എനർജിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് പ്രത്യക്ഷ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ തന്നെ പറഞ്ഞാൽ ഇതൊരു ആചാരമുണ്ട്. അത് ദ്രവീഡിയൻ കൺസെപ്റ്റ് ആണത്. ഒരു ദ്രവീഡിയൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, പണ്ടൊരു കാലത്ത് നമുക്ക് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല, വിഗ്രഹ ആരാധനകളിലേക്ക് നമ്മൾ പോയിരുന്നില്ല. അപ്പൊ നമ്മൾ ആ കാലത്തൊക്കെ നമ്മൾ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരുന്ന പ്രകൃതിയാണ്. എന്താണ് പ്രകൃതി? പ്രകൃതി ശക്തിയാണ്. ശക്തി എന്താണ്? ഇന്നത്തെ കാലത്തേക്ക് പറഞ്ഞാൽ ശക്തി നമ്മളെ സംബന്ധിച്ച് എനർജിയാണ്. ശക്തി എന്ന് പറയുമ്പം എനർജിയാണ്. എനർജി എന്താണ്? എനർജി നമ്മൾ പറയുന്നു സൗരയൂഥം, അതിനപ്പുറത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് എനർജി ഗോളം. അതിൽ നിന്നെല്ലാം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളിൽ ഓരോരുത്തരിലേക്കും വരുമ്പോൾ നമ്മൾ നാം ആവുന്നു. ഈ ചർമ്മത്തിനകത്താവുമ്പോൾ നാം ആണെന്ന് പറയുകയാണെങ്കിൽ, ചർമ്മത്തിന് പുറത്ത് നാം ഉണ്ട്. നാം ചർമ്മത്തിനകം ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോഴാണ് നാമായി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രപഞ്ചത്തിൽ ലയിക്കുന്ന ഒരു ശക്തി സ്വരൂപം മാത്രമാണ്. അപ്പം മനുഷ്യനിൽ തന്നെ ഈ ഈശ്വരീയത ഉണ്ട് എന്ന് സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന, പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കാവുന്ന ഒന്നാണ് മനുഷ്യൻ തന്നെ ഇതാ ദൈവമായിരിക്കുന്നു. എപ്പോഴത്തേക്കാണ്? കോലങ്ങളിട്ട് വർണ്ണശാബല്യമായിട്ട് ഇങ്ങനെ മുഖത്തെല്ലാം എഴുതി, രൂപം മാറുന്നു, മുടി വയ്ക്കുന്നു. ഈ രൂപമാറ്റം വന്ന് സ്വയം നമ്മൾ ഈ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നാം തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് നാം മാറുകയാണ്. അപ്പൊ പ്രകൃതിയ ശക്തിയെ ഒരു പ്രത്യേക താളത്തിൽ നമ്മളെ തോറ്റം എന്ന് പറയുന്നത് പാട്ടാണ്. തോറ്റിയെടുക്കുക എന്ന് പറയുന്നത് വർണ്ണിച്ച് ശൈവവർണ്ണങ്ങൾ അല്ലെങ്കിൽ വൈഷ്ണവ വർണ്ണങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ വർണ്ണങ്ങൾ, അതിൽ ഭഗവതി ആവട്ടെ, ഭദ്രകാളി ആവട്ടെ, അത് കഴിഞ്ഞ് കുളികനാവട്ടെ, അല്ലെങ്കിൽ മറ്റു രൂപങ്ങളാവട്ടെ, ഈ രൂപങ്ങളെ ഇങ്ങനെ തോറ്റിയെടുത്ത് നമ്മളിലേക്ക് ആ എനർജിയെ, ഈ കോലാധാരി കോലമെടുത്ത് മുടി അണിഞ്ഞ് ആടുന്ന സമയത്തേക്ക് സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതാ ഈശ്വരൻ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന ഭാവത്തിലേക്ക് നമ്മളെ മാറുകയാണ്. ഈ രണ്ട് അവസ്ഥയിലും, തെയ്യമായിരുന്നാലും തിറയായിരുന്നാലും, രണ്ടിലും ഈ ഭാവം ഇതാണ്. അതായത് പ്രകൃതിയുടെ എനർജിയെ മൊത്തം സ്വരൂപിച്ച് തൂറ്റിയെടുത്ത് സാധാരണക്കാർ പറഞ്ഞത്, ഒരു സാധാരണ വ്യക്തിക്ക് ഈശ്വരൻ എന്താണ് എന്നുള്ള ഒരു അനുഭവം പ്രത്യക്ഷത്തിലും മാനസിക തലത്തിലും ഉണ്ടായിട്ടുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ്
ഈ തിറയും തെയ്യവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു ചോദ്യം, പ്രൊഫഷൻ കൊണ്ട് ഒരു ഡോക്ടറായ അങ്ങ് ഈ സിനിമ നിർമ്മിക്കാൻ എന്താണ് കാരണം? എന്ത് സന്ദേശം നൽകാനാണ് അത് നിർമ്മിച്ചത്? അതിലെന്താണ് പ്രത്യേകത? അതുകൂടി ഒന്ന് പറയാമോ? ഞാൻ കർമ്മം കൊണ്ട് ഡോക്ടറാണ് എന്നത് സത്യമാണ്. പക്ഷേ എല്ലാ കർമ്മവും ഞാൻ ഡോക്ടറാണെന്ന് പറയുമ്പോൾ എൻ്റെ സമീപനം എനിക്ക് ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന സേവനം അത് മനുഷ്യനെ സേവിക്കാനാണ്. മാനവ സേവയാണ് മാധവ സേവ എന്നാണല്ലോ നാം പഠിക്കുന്നത്. അതേപോലെ ഉദാത്തമാണ് പ്രകൃതിയിലെ എല്ലാ കർമ്മങ്ങളും. ഇതിനകത്ത് ഈശ്വരന്റെ കോലം കെട്ടിയാടുന്ന ജീവിതങ്ങൾ, അല്ലെങ്കിൽ കോലമെടുത്ത് കോലസ്വരൂപനായി ഈശ്വരനെ തന്നിലേക്ക് ആവാഹിച്ച് നടനം ചെയ്യുന്ന നർത്തകനെ ഞാൻ എന്നെ പോലെ തന്നെയാണ് കാണുന്നത്. കാരണം ഒരു ഡോക്ടർ എന്ന് പറയുന്നത് പ്രകൃതിയിലെ ശക്തിയെ ആവാഹിച്ച് നമ്മളെ എനർജി മറ്റൊരാളുടെ ജീവിത തലത്തെ അദ്ദേഹത്തിന്റെ ഏതോ അംശത്തിൽ നിലനിൽക്കുന്ന അപാകതകളെ പരിഹരിക്കാൻ നമ്മൾ കൂടെ നടക്കുന്നതാണ് ഡോക്ടർ. ഒരു മരുന്നിനും രോഗത്തെ മാറ്റാനുള്ള ശേഷിയില്ല. മറിച്ച് ഒരു ഡോക്ടർക്ക് കഴിയുന്നത് ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉള്ള ഒരു രോഗിയിൽ വളരെ പോസിറ്റീവ് സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് രോഗാവസ്ഥയെ റിപ്പല്ലിയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് താളാത്മകമായിട്ട് ഒരു കോലം തിറയായി തെയ്യമായി ആടുമ്പോൾ സംഭവിക്കുന്നതും. കാരണം മുന്നിൽ നിൽക്കുന്ന സങ്കടങ്ങൾ പറയാൻ വന്ന, വിഷമങ്ങൾ പറയാൻ വന്ന, ജീവിതത്തിന്റെ അവസ്ഥാവിശേഷങ്ങൾ മാറുമെന്ന് പ്രതീക്ഷയുള്ള ഒരുപാട് പ്രാർത്ഥനകളോടെ നിൽക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് തെയ്യം കെട്ടിയാടുന്നതിന്റെ പ്രാധാന്യം വിവരിക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമാണ്. കാരണം നമ്മളുടെ സോഷ്യൽ സ്റ്റൈൽ മാറുമോ, ഈ ഈശ്വരനും പ്രകൃതിയും സ്വഭാവ വൈശിഷ്ട്യങ്ങളും പ്രാർത്ഥനയുടെയും ഒക്കെ പുതുനാമ്പുകൾ കൊടുക്കേണ്ടത് കാലത്തിന് ആവശ്യമാണ് എന്ന് തോന്നുകയും, അങ്ങനെ കാലത്തിന് ആവശ്യമായത് എവിടെ നിന്ന് തിരഞ്ഞെടുക്കണം? പ്രാചീന ആചാരമായി തുടങ്ങിയ ഈ വലിയ വലിയ ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് തുടങ്ങിയ ഈശ്വര ചിന്തയുടെ ചെറുനാമ്പുകളെ ഇപ്പോഴും ഉണ്ടാവുമ്പോൾ അത് പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. അതിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അത് നമ്മളുടെ ഭാരതത്തിൽ നിലനിന്നിരുന്ന ആചാരവിശേഷങ്ങളുടെ, അല്ലെങ്കിൽ ശക്തേയ വൈശ്യ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ശ്രീചക്ര ആരാധനകൾ. അപ്പൊ ഇതിന്റെ എല്ലാം ആരാധനയുടെ തന്തുക്കളെ നമ്മൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പൊ അത് തന്നെയാണ് ഒരുപക്ഷെ എന്നെ അതിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. നിമിത്തമാവുക എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അപ്പം ഞാൻ നിമിത്തമായി ഇങ്ങനെ എല്ലാവരിലേക്കും ഈ തിറയാട്ടത്തിന്റെ പ്രാധാന്യത്തെ, അല്ലെങ്കിൽ അതിന്റെ ഈശ്വരീയതയെ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഗുരുക്കന്മാരിൽ എനിക്ക് തന്നിട്ടുള്ള ആശീർവാദങ്ങൾ കൊണ്ടോ അനുഗ്രഹമൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. അത് മാത്രമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണം തന്നെയാണ്. ശാസ്ത്രീയം എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഒരു ഡോക്ടറുടെ തലത്തിൽ നിന്ന് അങ്ങ് അത് വിവരിച്ചപ്പോ സത്യത്തിൽ ആ ഒരു അവനവൻ കെട്ടിയാടുന്ന വേഷങ്ങൾ അല്ലെ, അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ അങ്ങ് ഒരു ഈശ്വര സ്വരൂപനായിട്ട് അങ്ങയുടെ രോഗികൾക്ക് അനുഭവപ്പെടാറുണ്ട്. വൈദ്യോ നാരായണോ ഹരി എന്നാണ് പറയാറുള്ളത്. നമ്മുടെ രോഗം മാറ്റിത്തരുന്ന, നമ്മുടെ ഒരുപക്ഷെ ജീവൻ തന്നെ തിരിച്ചു നൽകുന്ന ഒരു ദൈവമായിട്ട് അല്പനേരമെങ്കിലും ഡോക്ടർമാര് ഒന്നുമില്ലെങ്കിലും രോഗികൾക്കെങ്കിലും തോന്നാറുണ്ട്. അതിന്റെ ഒരു വിപുലമായിട്ടുള്ള ഒരു വിവരണമാണ് അങ്ങ് ഈ കോലം കെട്ടൽ എന്നുള്ള ഒരു വിവരണത്തിന് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ
ഈ ഒരു സിനിമ, ഈ ഒരു കഥാതന്തു സമൂഹത്തിലെ ഏതെല്ലാം വിഭാഗത്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം പോലും അപ്രസക്തമായി പോകും. കാരണം പദം സൂചിപ്പിക്കുന്നത് പോലെ ഈ ദേശത്തിന്, ഈ ഭാരതദേശത്തിൽ പിറന്ന എല്ലാവർക്കും ഈ സിനിമ ആവശ്യമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും, തീർച്ചയായും. നമ്മൾ തിരിച്ചുപോക്കിന്റെ പാതയിലാണെന്നാണ് ഞാൻ പറയുക. കാരണം നമ്മളാക്കുന്ന സംസ്കൃതി, സംസ്കാരം എല്ലാം നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗം. അത് വിദ്യാർത്ഥികളിലായിരിക്കട്ടെ, അധ്യാപകരിലായിരിക്കട്ടെ, ഏത് തലത്തിലുള്ള ഏത് തലത്തിലുള്ളവരായിരുന്നാലും ശരി, അവർക്ക് പ്രചോദനമാകുന്ന തരത്തിലാണ് എൻ്റെ ഉൾക്കാഴ്ച ഈ സിനിമയിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്നത്. കാരണം ഡോക്ടർക്ക് ഞാൻ അപ്പുറത്തേക്ക് വന്നാൽ ഒരു പക്ഷേ സിനിമയുടെ ചില കഥാശകലങ്ങൾ പുറത്തു വരുന്നുള്ളതുകൊണ്ട് എനിക്ക് അതിലേക്ക് വഴുതി പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അത് അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ സിനിമയുടെ പ്രമേയമായിട്ട് നിൽക്കുന്നത് ഏതൊരാളും ഈശ്വര ഉപാസനയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിന് പ്രശസ്തിയില്ല, അതൊരു പ്രസക്തിയുമില്ല. കാരണം ആരാണ് ഞാൻ എന്നത് പറഞ്ഞാൽ മറ്റൊരാളിൽ നിന്നും ഞാൻ വ്യത്യസ്തനല്ലല്ലോ. അപ്പം എന്നെ അലങ്കരിക്കുന്നത് ഡോക്ടർ എന്ന പദവിയല്ല, എഞ്ചിനീയർ എന്ന പദവിയല്ല, മറ്റേതെങ്കിലും പദവിയല്ല, മറിച്ച് എന്നിൽ ഉയർന്നു വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വേവ് ഉണ്ട്, ഒരു ശക്തിയുണ്ട്. ആരാ ശക്തിമാൻ? ശക്തിയുള്ളവനാണല്ലോ ശക്തിമാൻ. അതുപോലെ തന്നെയാണ് ഉപാസനയും. ഈ കെട്ടിയാടിയ ഈ കൊലസ്വരൂപരായിട്ടുള്ള ശരീരികളെല്ലാം തന്നെ ഉപാസകരായിരുന്നു. ആ ഉപാസനാ സംസ്കാരത്തിന്റെ, കാവ് സംസ്കാരത്തിന്റെ ഭാഗമാവേണ്ടത് നമ്മളിപ്പം നമ്മൾ വസ്ത്രധാരണങ്ങളായിരുന്നാലും ശരി, മറ്റ് ജോലി സ്ഥലങ്ങളായിരുന്നാലും ശരി, എല്ലാം വ്യത്യസ്തമാണ് മുൻപുള്ളതിനേക്കാൾ. മറിച്ച് നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾക്ക് മറ്റു മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ മായയിൽ ലയിക്കുമ്പോഴും ഈശ്വര സ്വരൂപനായിരിക്കുക എന്ന ഒരു തത്വമാണ് എക്സാക്ട്ലി കമ്മിങ് ഔട്ട്. എക്സാക്ട്ലി നിങ്ങൾ ഏത് വേഷധാരിയായിരുന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഈശ്വര സ്വരൂപനാണ്. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം അല്ലെങ്കിൽ ആ തലത്തിലേക്ക് നമ്മൾ ഉയരുന്ന സമയത്ത് നമ്മൾ ഒന്നിൽ നിന്നും അന്യനല്ല എന്നും നമ്മൾ ആ പരമസ്വരൂപനാണ്. അത് ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ ഇവിടെ തെയ്യത്തിൻ്റെതായ അല്ലെങ്കിൽ തിറയാട്ടത്തിൻ്റെതായ സ്വരൂപത്തിലേക്ക് പോകുമ്പോഴോ ഞാനതാണ് എന്ന് തിരിച്ചറിയാൻ ആ നിമിഷത്തെങ്കിലും നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അങ്ങൊരു ഡോക്ടർ കൂടി ആയതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അറിയാതെ ഓർത്തു പോവുകയാണ്. വൈദ്യശാസ്ത്രത്തില് വൈറ്റ് കോട്ട് സിൻഡ്രം എന്നൊരു പ്രതിഭാസമുണ്ടല്ലോ. ചില രോഗികൾക്ക് വെള്ള കോട്ടിട്ട ഡോക്ടറെ കാണുമ്പം ഒരു അപ്രതീക്ഷിതമായിട്ട് അവരുടെ ഉള്ളില് BP ഒക്കെ കൂടാറുണ്ട്, അവർക്കൊരു ഭയം വരാറുണ്ട്. അപ്പം അവിടെ ഒരു NLP അഥവാ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ബ്രെയിനില് ഈ വൈറ്റ് കോട്ട് കാണുമ്പോൾ. ഇതുപോലെ തന്നെ ദൈവക്കോലം കെട്ടിയാടുന്ന ഒരു ആട്ടക്കാരനെ കാണുമ്പോൾ, ആ ഒരു കോലത്തിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അവിടെ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അങ്ങ് പറയുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ആ ഒരു സ്വരൂപത്തിനെ നമ്മൾ സങ്കല്പിക്കുകയാണ് അല്പനേരത്തേക്കാണെങ്കിലും. നമ്മൾ സാധാരണ NLPയെ പറയാറുള്ളത്, മനഃശാസ്ത്രപരമായിട്ട് പറയാറുള്ളത്, ഒരു കാട് പിടിച്ച ഒരു സ്ഥലത്ത് കൂടി നമ്മൾ പതിവായിട്ട് അവിടെ വെട്ടിത്തെളിച്ച് നടന്നു തുടങ്ങി കഴിഞ്ഞാൽ അതൊരു വഴിയായിട്ട് മാറും. അതുപോലെ നമ്മുടെ തലച്ചോറില് ഒരു പാത അങ്ങ് ഉണ്ടാക്കി തരികയാണ് പ്രേക്ഷകർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പൈതൃകത്തിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക് കലയിലൂടെ ഒരു പാത നമുക്കായിട്ട് നമ്മുടെ തലച്ചോറിനകത്ത്, നമ്മുടെ ചിന്താതലങ്ങളിലേക്ക് അങ്ങ് എത്തിക്കുകയാണെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങ് പറഞ്ഞതിൽ നിന്ന് നമുക്കതൊരു NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഡോക്ടർ എന്നുള്ള നിലയിൽ അതിന്റെ കൂടുതൽ വിപുലമായിട്ടുള്ള ഒരു വിവരണം അങ്ങേക്ക് നൽകാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടരാം. തീർച്ചയായും
നമ്മൾ ഒരു ആശുപത്രിയിൽ ഒരു വൈദ്യനെ, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത് വീട്ടിനകത്തുനിന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. ഞാൻ ഈ ഡോക്ടർക്കെങ്കിലും എൻ്റെ അസുഖം മാറ്റാൻ പറ്റണേ, ഈ ഡോക്ടർക്കെങ്കിലും എൻ്റെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റണേ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടെയാണ്. അത് തനിയെ പോവുകയാണെങ്കിലും അച്ഛൻ, അമ്മ, കുഞ്ഞ് ആരെ കൊണ്ടുപോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഭഗവതി കെട്ടിയാടി വരുന്നു, എൻ്റെ ദൈവം കെട്ടിയാടി വരുന്നു എന്ന് പറയുന്നത്. നമ്മൾ ആ ദൈവത്തിന്റെ മുന്നിലേക്ക് വരും, പ്രത്യക്ഷ ദൈവത്തിന്റെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ആ സമയത്ത് കോലം വിളിക്കുന്നു, ആ കഴിഞ്ഞ വർഷം നീ പ്രാർത്ഥിച്ചത് ഞാൻ നടത്തി തന്നില്ലേ എന്ന് ചോദിക്കുമ്പം അറിയാതെ ദ മെക്കാനിസം ഈസ് ഹാപ്പനിങ്. നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ഇത്ര അടുത്തറിഞ്ഞിട്ടുണ്ട്. കാരണം ചില ഡോക്ടർമാർ പേരും എടുത്ത് വിളിക്കും. ഒരു രോഗിയുടെ നമുക്കറിയാം, ഗോപികയല്ലേ എന്ന് ചോദിക്കുമ്പം ഗോപിക വളരെ ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ കെട്ടിയാടുന്ന കോലങ്ങള് പേരെടുത്ത് വിളിച്ച്, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ച കാര്യം വിളിച്ചിട്ട് അവരോട് അന്യോന്യം സംവദിക്കുമോ, the same chemistry is happening in the human body. The positive energization is happening in the human body. അതാ സംഭവിക്കുന്നത്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂറോ കെമിക്കൽസ് അവിടെ സംഭവിക്കുകയാണ് അല്ലെ. ന്യൂറോ കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവിടെ സംഭവിക്കുകയാണ് എന്നുള്ളതാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ. അങ്ങ് വെറും ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു വലിയൊരു കലാകാരനാണ്, ആത്മീയമായിട്ട് ഒരുപാട് ഉയർന്നൊരു വ്യക്തിയാണെന്ന് ഇതുവരെ അങ്ങയോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുപാട് ബഹുമാനിക്കുന്ന ശ്രേഷ്ഠാചാര സഭയുടെ ആചാര്യനായിട്ടുള്ള, എനിക്ക് തോന്നുന്നു അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിശ്വേട്ടൻ എന്നറിയപ്പെടുന്ന വിശ്വനാഥൻ ജി ഈ സിനിമയിൽ ഒരു ഭാഗത്തുള്ളതായിട്ട് അറിവുണ്ടായി. അദ്ദേഹമാണ് ഞങ്ങൾക്കെല്ലാം ശ്രീവിദ്യ ക്ലാസ് എടുക്കുന്ന മഹത്തായിട്ടുള്ള ആചാര്യൻ. ഒരു ക്ലാസ് പോലും ഞങ്ങൾ ആരും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ആചാര്യനാണ്. ശ്രീവിദ്യ ഉപാസനയെക്കുറിച്ചും അതുപോലെ തന്നെ അങ്ങയോട് സംസാരിക്കുമ്പോൾ അങ്ങ് പറയുകയുണ്ടായി, ഈ സിനിമ പോലും സൗന്ദര്യലഹരിയിലെ 27ാമത്തെ ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ. ജപോ ജൽപകൽപ്പം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകവുമായി ബന്ധപ്പെടുത്തിയാണ് അങ്ങത് ഇതിന്റെ ഒരു സംവിധാനം പോലും നിർവഹിച്ചിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവരണമായിട്ട് തോന്നി. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? വിശ്വേട്ടൻ എൻ്റെ ഗുരുവാണ്. ഗുരുവിലാണല്ലോ എല്ലാ സമർപ്പണവും. ഗുരുവിന്റെ വർഷമാണ്, ഗുരുവിന്റെ കൃപയാണ് നമുക്കറിവ് തരുന്നത്. ആ ഗുരുകൃപയിൽ നിന്നാണ് ഈ കാര്യങ്ങളെ ഉടലെടുക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ കഥാ തന്തു, ഇതിന്റെ പോക്ക്, അതോടൊപ്പം തന്നെ സൗന്ദര്യലഹരി, ഇതെല്ലാം വിശ്വേട്ടന്റെ പാദങ്ങളിൽ നിന്നാണ്. വിശ്വേട്ടനോട് പറഞ്ഞാണ് തുടങ്ങുന്നത്. ആ വിശ്വേട്ടനോട് പറഞ്ഞു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഗുരു മനുഷ്യരൂപത്തിൽ നിൽക്കുമ്പോൾ ഗുരു നമ്മളെ കാണുന്നു, കേൾക്കുന്നു, നമ്മളെ ചലിപ്പിക്കുന്നു എന്ന ബോധം വിശ്വേട്ടൻ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ വിശ്വേട്ടനോട് ഞാൻ പറയണ്ടായി, വിശ്വേട്ട, എൻ്റെ ചികിത്സ ജപോ ജൽപ ശില്പ സകല മഭി മുദ്ര തുടങ്ങുന്ന 27ാമത്തെ ശ്ലോകമായി ഭവിക്കണേ എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും ശയിക്കുന്നതും ഒക്കെ ഈശ്വര പ്രദക്ഷിണങ്ങളും എന്താണോ നാം എത്തിച്ചേരേണ്ടത് അവിടത്തേക്കായിരിക്കണമേ എന്ന് വിശ്വേട്ടനോട് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ സിനിമയിൽ ആ ശ്ലോകം വരേണ്ട ഭാഗം മനസ്സിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ സിനിമയിൽ വിശ്വേട്ടന്റെ മുഖം, വിശ്വേട്ടന്റെ പാദങ്ങളെല്ലാം വരുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ അങ്ങ് വീട്ടിൽ പൂജിക്കുന്ന അമൃതാനന്ദമയ്യമ്മ, വിശ്വഗുരുവായിട്ടുള്ള അമൃതാനന്ദ അമ്മയുടെ പാദങ്ങളും ഉണ്ടെന്ന് അറിയാനിടയായി. അതൊക്കെ തന്നെ ആ ഗുരുസ്മരണയോടുകൂടി, ഗുരുത്വത്തോടു കൂടിയിട്ടുള്ള ഒരു വലിയ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഗുരുകൃപയിൽ നിന്നാണ് എല്ലാം. ഈ സിനിമ എന്ന് തന്നെ പറയാമല്ലോ. സിനിമയിലൂടെ എന്നെ നടത്തിച്ചത് ഗുരുകൃപയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുവിന്റെ പാദങ്ങൾ അതിനകത്ത് വരും. അതാണ് ഒരുപക്ഷെ സംതൃപ്തി എന്താണെന്ന് ചോദിച്ചാൽ, അതെ, എൻ്റെ ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ നിന്നാണ് എനിക്കിതെല്ലാം
പറയാൻ കഴിയുന്നത് അതൊരു എൻ്റെ തൃപ്തിയാണ്. അത് എൻ്റെ വലിയ തൃപ്തിയാണത്. എന്തായാലും അത് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് സൗന്ദര്യ ലഹരി എന്ന ശങ്കരാചാര്യ തൃപ്പാദങ്ങളുടെ മഹത്തായ കൃതിയിലെ 27ാമത്തെ ശ്ലോകവും അതിന്റെ അർത്ഥവും നമുക്ക് ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കാം. 27ാമത്തെ ശ്ലോകമാണ്. ജപോജൽപ ശില്പം സകലമഭി മുദ്രാവിരചനാഗതി പ്രാതക്ഷണ്യ ക്രമണമശനാദ്യാഹുതിവിധ പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാ പര്യാസ്തവ ഭവതു എന്മേ വിലസിതം. അതായത് അർത്ഥം, അല്ലയോ ദേവി, ഞാൻ ആത്മാർപ്പണ ബുദ്ധിയ ചെയ്യുന്ന ജൽപ്പനങ്ങൾ മന്ത്രജപമായും പ്രവൃത്തികളെല്ലാം മുദ്രാകരണമായും സഞ്ചാരം നിന്തിരുവടിയുടെ പ്രദക്ഷിണമായും ആഹാരാദി ക്രിയകൾ ആഹുതിയായിട്ടും കിടപ്പ് നമസ്കാരമായും തീരട്ടെ. ഇപ്രകാരം എൻ്റെ എല്ലാ സുഖാനുഭവങ്ങളും സകല ചേഷ്ടകളും അവിടത്തേക്കുള്ള പൂജയായി തീരട്ടെ. ഈ ചിത്രം പോലും അങ്ങ് അത്തരത്തിലാണ് ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ചിത്രത്തിൽ 6 or 7 പാട്ടുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെല്ലാം തന്നെ അപാരമായിട്ടുള്ള ആത്മീയ ഊർജം നൽകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കേട്ടപ്പോൾ തന്നെ നമുക്ക് ശരീരത്തിൽ എവിടെയൊക്കെയോ ഇലക്ട്രിക് ഷോക്കുകൾ അടിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത്. എനിക്ക് തോന്നുന്നു ഈ ചരിത്രവും ഈ പശ്ചാത്തലവും മനസ്സിലാക്കുന്ന അങ്ങയുടെ ഈ സങ്കല്പത്തോടു കൂടിയിട്ടുള്ള ഈ സിനിമ കാണുന്ന ഓരോ വ്യക്തിക്കും അത് അനുഭവപ്പെടും. കാരണം അതെല്ലാം ബീജാക്ഷരങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന അപൂർവമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗാനങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ അതോ അങ്ങയുടെ ഈ സമർപ്പണത്തിന്റെ ഫലമായിട്ട് സംഭവിച്ചതാണോ? തികച്ചും കഥാസന്ദർഭം വരുമ്പോഴൊക്കെ എന്നിലേക്ക് ഈ പദങ്ങൾ വരുന്നത് സമർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് പാട്ട് എഴുതാനായിട്ട് ഒരു പ്രത്യേക സമയത്ത് വരികൾ എഴുതാനായിട്ട്, പാട്ടുകൾ എന്നുള്ള വരികൾ എഴുതാനായിട്ടിരിക്കുമ്പോഴും എന്ത് എഴുതണം എന്ന് മനസ്സിൽ തോന്നുന്ന സമയത്ത് എനിക്ക് തോന്നിയത് സിനിമയിൽ ഒരുപാട് ദേവിയെ സ്തുതിക്കുന്ന മന്ത്രങ്ങളുണ്ട്. പക്ഷെ ബീജാക്ഷരങ്ങൾ ചേർത്ത് ഇവിടെ ഞാനൊന്നും കേട്ടിട്ടില്ല. അങ്ങനെയാണ് ഒരു പാട്ട് എഴുതി തുടങ്ങിയത്. ഓംകാര രൂപേ നമസ്തേ നമസ്തേ, ഐങ്കാര ഹസ്തേ നമസ്തേ നമസ്തേ എന്ന് തുടങ്ങുന്നതാണ് ആ വരികൾ. ഒരു പാട്ടിന്റെ അവസ്ഥ അതാണെങ്കിൽ മറ്റൊരു പാട്ട് നമ്മൾ തുടങ്ങുന്നത് ആനന്ദലഹരിയിൽ ആറാടി ഞാൻ, അമൃതാനന്ദ ലഹരിയിൽ ആറാടി ഞാൻ. വരികൾ വന്നത് അങ്ങനെയാണ്. ആനന്ദലഹരിയിലാണ് ആറാടുന്നത്. അത് ഇതിലെ നായിക പറയുന്നതാണ്. ആനന്ദലഹരിയിൽ ആറാടി ഞാൻ, അമൃതാനന്ദലഹരിയിൽ ആറാടി ഞാൻ. അപ്പം ഈ വേഷമെടുത്ത കോലത്തിനെ നോക്കിയിട്ട് സ്തുതിക്കുമ്പോഴും ഞാൻ ആനന്ദലഹരിയിലേക്ക് ആറാടുന്നു, അമൃതത്വമാവുന്ന ആനന്ദ ലഹരിയിലേക്ക് ഞാൻ ആറാടുന്നു എന്ന പദങ്ങളാണ് അതിലും വന്നിരിക്കുന്നത്. പിന്നീട് മറ്റൊരു പാട്ട് ക്ലൈമാക്സിൽ വരുമ്പോൾ ഭൈരവനെ സ്തുതിക്കുന്നതാണ്. ഭൈരവനെ സ്തുതിച്ചുകൊണ്ടും പാട്ടുകളുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, വരികളുള്ളതായിട്ട് തോന്നിയില്ല. അപ്പൊ അതൊക്കെ ഞാനായിട്ട് എന്നിലൂടെ വരേണ്ടതാണ് എന്നതുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് എനിക്ക് ഇതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വരികളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ആരാണെന്നറിയാത്ത തിരുശങ്കരനെ പോലെ ഞാൻ നടക്കുകയാണ് എന്നാണ് ഒരു വാക്കുകളിൽ വരുന്നത്. അങ്ങനെയൊക്കെ സമർപ്പണത്തിന്റെ ഭാഷയായിരിക്കാം, ഒരുപക്ഷെ ഗുരുവിസ്മരണയായിരിക്കാം. നേരത്തെ പറഞ്ഞ വിശ്വേട്ടന്റെ അമ്മയുടെ അവർ കാതിലിരുന്ന് അകക്കാമ്പിലിരുന്ന് കാഴ്ച തരുമ്പം വന്നുപോയ വാക്കുകളാണ് എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ഉചിതം. ഇത് പറയുമ്പോൾ ലോക പ്രശസ്തനായിട്ടുള്ള മാത്തമാറ്റീഷ്യൻ രാമാനുജന്റെ കഥയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബദേവത ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു കർണാവതിയോ അങ്ങനെ എന്തോ ഒരു ദേവിയുടെ സങ്കല്പമാണ്. ദേവി ചെവിയില് എല്ലാ ഇക്വേഷനുകളും ഡീകോഡ് ചെയ്തു കൊടുത്തു എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതുപോലെയാണ് അങ്ങ് ഇവിടെ ആവർത്തിക്കുന്നത്. അത് അനുഭവമുള്ള ഓരോ വ്യക്തികൾക്കും അത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഈ ദൃശ്യ ആവിഷ്കാരത്തിൽ കൂടി തീർച്ചയായിട്ടും ഭക്തജന സമൂഹത്തിന്
അഥവാ നമ്മുടെ ദേശത്തെ സ്നേഹിക്കുന്ന, ദേശത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും അതിന് സാധിക്കുമെന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. ഒരു ചോദ്യം കൂടി, ഈ കാലങ്ങളിൽ തിറയാട്ടം അഥവാ തെയ്യം പൊതുവേദികളിൽ, അതായത് ക്ഷേത്ര ഇതര വേദികളിലും ഒക്കെ പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഇത് കുലദേവതാ സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത്. കുലദേവത ആചാരം, ആ കുല ദൈവങ്ങളായിട്ടാണ് പലപ്പോഴും, മറ്റാർക്കും അറിയില്ല നമ്മളുടെ നമ്മളെ ദൈവം എന്നൊക്കെ പറയുന്ന കുലാചാര കുല പരമ്പരയുടെ കൈമാറി വന്ന ദൈവസങ്കല്പമാണ്. നമ്മളിത് കാവിന് പുറത്തേക്ക് പോകും, ദൈവസങ്കല്പമുള്ള സന്നിധിയിൽ നിന്ന് പുറത്തേക്ക് പോകും, അതൊരു പെർഫോമൻസ് ആണ്. ഞാൻ മനസ്സിലാക്കിയ അത് ശരിയാണെങ്കിൽ 1960 ഒരു മെയ് ഡേ സെലിബ്രേഷൻ, മെയ് 1 സെലിബ്രേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് തെയ്യത്തെ, അത് കണ്ണൂർ ഭാഗത്ത് തെയ്യത്തെ ആദ്യമായിട്ട് പൊതുവേദിയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. അത് അവിടെ പെർഫോമൻസ് മാത്രമാണ്, അവിടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടല്ല ഇത് നടക്കുന്നത്. മറിച്ച് you take Thirayatam as a performance and a Thiravayatam as a ritual. Both are different. But ആൾക്കാർ കാണാൻ വരുന്നതും അവരുടെ മനസ്സിനെ ആവാഹിക്കുന്നതും തെയ്യം ഓർ തിറയാട്ടം as a ritual ആണ്. അതാണ് ഉയർന്നു വരേണ്ടത്, അതാണ് പ്രകൃതിയുടെ താളം. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ അങ്ങ് ഒരുപാട് വിശദീകരിച്ചു തന്നു ഈ ഒരു മഹത്തായ കലാരൂപത്തെക്കുറിച്ച്. അതിലുപരി കാന്താര എന്ന സിനിമയ്ക്കും അപ്പുറം ഒരുപാട് പ്രേക്ഷകർക്ക് അനുഭവ തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ദേശക്കാരൻ എന്നാണ് ഇതുവരെ അതിന്റെ ട്രെയിലർ എല്ലാം കണ്ടതിന് ശേഷം, ഗാനങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ദേശകാലങ്ങൾക്ക് അതീതമായിട്ട് ദേശക്കാരൻ എന്ന സിനിമ നമ്മുടെ സ്വത്വബോധത്തെ ഉണർത്തിക്കൊണ്ട്, ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് എല്ലാവരിലും എത്തട്ടെ. എല്ലാവരും നമ്മുടെ ഈ സിനിമയ്ക്ക് പരമാവധി പിന്തുണ നൽകിക്കൊണ്ട് എല്ലാവരും ഏറ്റെടുക്കണമെന്ന് പ്രേക്ഷകരോട് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ അജയ്കുമാർ ബാബുവിനും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമസ്കാരം. നമസ്കാരം.